ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടെസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ നാളെ വരാനിരിക്കുന്ന നമ്മുടെ മഴതോരും മുമ്പേ സീരിയലിൻ്റെ നല്ല അടിപൊളി വമ്പൻ ഒരു ട്വിസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ. അങ്ങനെ നമ്മുടെ ബബിതയെ കോളേജിൽ കൊണ്ടുവന്നാക്കി ആ ഒരു പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മുടെ അലീന ചെയ്തു. എത്രത്തോളം മനോധൈര്യം കൊടുക്കാൻ പറ്റുമോ അതെല്ലാം കൊടുത്ത് ബബിത കോളേജിലേക്ക് പോയി തുടങ്ങി. അപ്പോൾ അതിനുശേഷം അവർ വീട്ടിലെത്തി നമ്മുടെ മനുശങ്കറിന് ചായ എടുക്കാനായിട്ട് അലീന പോണു. അത് കഴിഞ്ഞ് നമ്മുടെ വൈജയെ കാണുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രനെ കാണുന്നു. രോഹിത്തിനെയും കണ്ടിട്ടാണ് ബാലചന്ദ്രനെ കാണുന്നത്. അങ്ങനെ ബാലചന്ദ്രനെ കണ്ട് മനുശങ്കർ സംസാരിക്കുന്ന സമയത്താണ് ശിവശങ്കരനും കമലയും തന്നോട് പറഞ്ഞ ഒരു കാര്യം അലീനയോടൊരു റെക്കമെൻഡേഷനായിട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു വിട്ടതാണെന്നും ഇന്നതുപോലെ, അതായത് ശരണ്യയുടെ അടുത്ത് നമ്മുടെ ഹരിക്ക് വേണ്ടിയിട്ട് അലീനയെ കൊണ്ടൊന്ന് റെക്കമെൻഡ് ചെയ്താലോ എന്നിങ്ങനെ നമ്മുടെ മനു ചോദിക്കുകയാണ്. മനു അത് പറഞ്ഞ അതേ സ്പീഡിൽ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ ചോദിച്ചത്, ഇത് നീ അവളോട് സംസാരിച്ചു, അതായത് അലീനയോട് നീ ഈ കാര്യം അവതരിപ്പിച്ചു എന്ന് ചോദിച്ചു. ഇല്ല അങ്കിളെ, അങ്കിളിൻ്റെ അടുത്ത് ഒരു അഭിപ്രായം ചോദിക്കാമെന്ന് കരുതി. നീ ചോദിക്കാതിരുന്നത് എന്തുകൊണ്ടെന്ന് നന്നായി. കാരണം നീ ഇത് ചോദിച്ചിരുന്നു എങ്കിൽ നിനക്ക് അവൾ തന്നിരുന്ന ആ സ്ഥാനവും അല്ലെങ്കിൽ ആ ഒരു വിലയും ആ ഒരു ബഹുമാനവും സ്നേഹവും ഒക്കെ ചിലപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം ഒരിക്കലും അലീന നിരപരാധിയാണെന്ന്, രോഹിത്ത് നിരപരാധിയാണെന്ന് അറിഞ്ഞിട്ട് കൂടി അലീന ഒരു വാക്ക് ശരണ്യോട് ഇന്നതുപോലെ നീ കോടതിയിൽ കയറി പറയണം എന്ന് പോലും അലീന പറഞ്ഞിട്ടില്ല. ഒരു പക്ഷേ നീ ഇതുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അലീനയ്ക്ക് അതൊരു വല്ലാത്തൊരു വെറുപ്പും വിദ്വേഷവും നിന്നിലുണ്ടാക്കും. അതുകൊണ്ട് മോനെ, നീ ആലോചിച്ചിട്ട് ഈ ഒരു തീരുമാനം എടുക്കാവൂ. നിൻ്റെ അച്ഛനും അമ്മയും പറയുന്ന കേട്ട് നീ അത് ചെന്ന് പറയാൻ നിൽക്കരുത് എന്നൊക്കെ ഇങ്ങനെ ബാലചന്ദ്രൻ മനുശങ്കറിനോടുത്ത് പറയണ. ഇല്ലെങ്കിലേ ഞാൻ അങ്ങനെ എടുത്തിയാടി ചോദിക്കില്ല. കാരണം എനിക്കറിയാം, എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമുള്ള കാര്യമില്ല. കാരണം അലീന എന്ന് പറയുന്നത് വളരെ ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടിയാണ്. അവൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും മാത്രമേ അവൾ ചെയ്യുള്ളൂ. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നിനക്കറിയോ, രോഹിത്തിൻ്റെ കാര്യത്തിൽ അലീനയ്ക്ക് അവളുടെ മനസ്സിനൊരു അല്ലെങ്കിൽ ഇങ്ങനെ ആകും, ശരണ്യ കോടതിയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ പറയും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് അവൾ വിജയിച്ചെടുക്കുകയും ചെയ്തത്. ഒരിക്കലും അവൾ തെറ്റ് ചെയ്ത ഹരിശങ്കറിന് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും ശരണ്യയുടെ അടുത്ത് പറയില്ല. അങ്ങനത്തെ ഒരു ചിന്താഗതിയെ അലീനയ്ക്ക് ഉണ്ടാവില്ല. അങ്ങനെ അതിപ്പം ഞാൻ പറഞ്ഞിരുന്ന കൂടിയും അലീന അത് പറയില്ല. കാരണം അവളുടെ വളർന്ന രീതിയും അവളുടെ സാഹചര്യവും അവളുടെ മൈൻഡും അങ്ങനെയാണ്. നീ ഒരിക്കലും പറഞ്ഞിട്ടും കാര്യമില്ല മനു, നിന്നോട് വിരോധവും ദേഷ്യവും ഇഷ്ടക്കുറവും ഉണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയും നാൾ കൊണ്ട് നിനക്ക് അവളെ മനസ്സിലായിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ മനുവിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം മനുവിന് കുടിക്കാനായിട്ട് ചായയും മറ്റുമൊക്കെ ആയിട്ട് അലീന തയ്യാറാക്കുകയാണ്. ഈ സമയത്താണ് നമ്മുടെ ഓട്ടോക്കാരൻ ഷാജി ചേട്ടൻ അവിടെ ബാലേന്ദ്രൻ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ഓട്ടോയിൽ വരുന്നത് കേട്ടോ. അങ്ങനെ അലീനെ വിളിച്ചു. അങ്ങനെ അലീന ഇറങ്ങി ചെന്നപ്പോഴത്തേക്കും ഷാജിയേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, എന്താ വന്നേന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട്. അതെ, ഞാനൊന്ന് ഇങ്ങോട്ട് ഓട്ടം വന്ന വഴിക്ക് ഇങ്ങോട്ട് കയറിയതാണ്. ഇപ്പം അങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ അലീനെ, എന്തു പറ്റിയെന്ന് ചോദിച്ചു. ഇല്ല, അന്ന് ഞാൻ അവസാനമായിട്ട് വന്ന സമയത്ത് ശരണ്യയുടെ അമ്മയ്ക്കും അച്ഛനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നെ ഒന്ന് കാണാൻ പോലും അവർ അനുവദിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ 1-2 പ്രാവശ്യം ശരണ്യയെ ഞാൻ വിളിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് കുറച്ച് രോഹിത്ത് എൻ്റെ ആ കാര്യമൊക്കെ ആയിട്ട് ആയതുകൊണ്ടായിരിക്കും, അലീന കുറച്ച് തിരക്കായതുകൊണ്ട് അലീനയ്ക്ക് വിളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഷാജി ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ ഷാജി ചേട്ടൻ പറഞ്ഞു, അതോ ഇനി രോഹിത്ത് പുറത്തിറങ്ങിയതുകൊണ്ട് ഇനിയിപ്പം ശരണ്യയുടെ ആവശ്യമൊന്നും ഇല്ലയെന്ന് കരുതിയിട്ടാണോ എന്ന് ചോദിച്ചു. അയ്യോ, എന്താ ഷാജി ചേട്ടൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്നെക്കുറിച്ച് അങ്ങനെയാണോ മനസ്സിലാക്കിയിരിക്കുന്നത്? അവർക്ക് ഒരു വെറുപ്പും ഒരു വഴക്കിനും ഇതിനും പോകണ്ടല്ലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് വരാത്തത്. എന്ത് പറ്റി ഷാജി ചേട്ടാ? അതെ, അമ്മ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ആ കൊച്ചിൻ്റെ കാര്യം പഴയതിനെക്കാട്ടിലും ഭയങ്കര ഒരിതാണ്. എല്ലാവരും കൂടെ ആ കൊച്ചിനെ ഒറ്റപ്പെടുത്തുകയാണ്. ഈ രോഹിത്തിനെ എന്തിനാ നീ ജാമ്യത്തിൽ നീ കാരണമല്ലേ ഇറങ്ങിയത്? നിനക്ക് ഇനി ആരെങ്കിലും ഒരു പഠിക്കാനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ എന്തിനെങ്കിലും ആരെങ്കിലും മുന്നോട്ട് വരുമോ? സംഘടനക്കാരോ വനിതാ സംഘടനക്കാരോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ ആരെങ്കിലും
എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ ആ കുട്ടിയെ ഇട്ട് കുറ്റപ്പെടുത്തുകയാണ്. ഇപ്പം ആരോടും മിണ്ടാറില്ല, ആ മുറിയിൽ നിന്ന് പോലും പുറത്തിറങ്ങാറില്ല എന്നൊക്കെ അമ്മ പറയുന്ന കേട്ടു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്തൊരു സങ്കടവും വിഷമമൊക്കെ തോന്നുകയാണ്. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ കുട്ടിയെ ജീവിതത്തിലോട്ട് മടക്കി കൊണ്ടുവന്ന ആളാണ് അലീന. വീണ്ടും ആ ഒരു അവസ്ഥയിലാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഷാജി ചേട്ടൻ ഇത്രേ പറഞ്ഞോളൂ, ഒന്ന് പറ്റുമെങ്കിൽ അതുവരെ വന്ന് ആ കുട്ടീനെ ഒന്ന് പഴയ പോലെ ഒന്ന് ആക്കിയെടുക്കണം, അത് നിനക്കേ പറ്റുള്ളൂ അലീന. അപ്പോൾ അതുകൊണ്ട് ഒന്ന് വരാൻ പറ്റുമെങ്കിൽ ഒന്ന് വരണം, തീർച്ചയായിട്ടും ഞാൻ വരാം എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ ഷാജി ചേട്ടനെ വിടണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അലീന അകത്ത് ചെന്നു. പിന്നെ മനുശങ്കറിന് ചായയൊക്കെ കൊടുക്കുകയാണ്. ആ സമയം ബാലേന്ദ്രൻ ഉണ്ടായിരുന്നു, മനുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അലീനയുടെ മുഖം ഭയങ്കര വിഷമമായിട്ടിരുന്നു. അപ്പോൾ ബാലേന്ദ്രനും മനുവൊക്കെ ചോദിച്ചു, എന്ത് പറ്റി മോളെ നിൻ്റെ മുഖം വല്ലാണ്ടിരിക്കണേ? അപ്പം മനുവിനോട് അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മോളെ എന്ന് ചോദിച്ചു. അപ്പം അലീന ബാലചന്ദ്രനോട് പറയുകയുണ്ടായി, അച്ഛ എനിക്ക് ഒരിക്കൽ കൂടി ശരണ്യയുടെ വീട്ടിലൊന്ന് പോകണം അച്ഛന്ന്. അപ്പം ബാലേന്ദ്രൻ പറഞ്ഞു, അതെന്താ മോളെ ഇപ്പോൾ പെട്ടെന്ന്? അല്ല അച്ഛാ, അവളിപ്പോൾ പഴയതുപോലെ ഒരു ആകെ ഡിപ്രഷൻ അടിച്ച ഒരു അവസ്ഥയിലാണ്. എനിക്കിപ്പോൾ അവളെ വിളിക്കാൻ പോലും പറ്റിയില്ല, കാരണം രോഹിത്തിന് പാടുകിടക്കെ ആയിരുന്ന സമയത്തൊന്നും വിളിക്കാൻ പോലും പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഷാജി ചേട്ടൻ വന്ന കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രനും മനുവും പറഞ്ഞു, ഇനി ബാലേന്ദ്രൻ പറഞ്ഞു, മോളെ ഈ അവസ്ഥയിൽ നീ പോയ നിന്നെ അവർ കയറ്റുമോ? അവസാനമായിട്ട് നിന്നെ ആട്ടിപ്പായിച്ചല്ലേ അവിടെ നിന്ന്, പിന്നെ നീ പോയി കഴിഞ്ഞാൽ അവർ നിന്നെ കയറ്റുമോ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല അച്ഛാ. എന്തായാലും അവർ ദേഹോപദ്രവമൊന്നും ചെയ്യില്ല. ഞാനൊന്ന് പോയി അവളെ കാണാൻ പറ്റുമോ എന്നൊന്ന് ചോദിച്ചു നോക്കട്ടെ, കാരണം അവൾ ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അവർക്കൊരു സിമ്പതി തോന്നി എന്നെ കാണിപ്പിച്ചാലോ എന്നായി. അപ്പം മനു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം ലീന, നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടെ വരാമെന്ന്. അയ്യോ അത് വേണ്ട മനുവേട്ടൻ, മനുവേട്ടനൊക്കെ ഇനിയിപ്പോൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ കോംപ്ലിക്കേഷൻ ആവില്ല, അതുകൊണ്ട് മനുവേട്ടൻ വരണ്ട. അതിപ്പോൾ ഞാൻ ഹരിയുടെ ഏട്ടനാണെന്ന് ഇപ്പോൾ അവർക്ക് അറിയാനൊന്നും പറ്റില്ലല്ലോ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം, നമുക്ക് എന്തായാലും പോകാമെന്ന് പറയും. അപ്പോൾ അലീന പറയും, എന്നാൽ ഓക്കെ നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറയും. കാരണം എനിക്ക് അവളെ തിരിച്ച് ജീവിതത്തിലോട്ട് എന്തായാലും എനിക്ക് അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല അച്ഛാ. മനുവിൻ്റെ അടുത്തും പറഞ്ഞു, മനുവേട്ടൻ എനിക്ക് അവളെ അങ്ങനെ കൈ ഒഴിയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ രോഹിത്ത് പോലും ഇന്ന് ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അവളുടെ ഔദാര്യം കൊണ്ടും അവളുടെ ആ മനസ്സ് നല്ല മനസ്സുകൊണ്ട് മാത്രമാണ്, നമ്മൾ അവളെ തഴഞ്ഞ് കളയാൻ പറ്റില്ല അച്ഛാന്ന് പറഞ്ഞു. പക്ഷേ അലീനയുടെ വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ അവർക്ക് രണ്ടുപേർക്കും പോകണ്ടെന്ന് പറയാൻ മനുവിനോ അല്ലെങ്കിൽ ബാലചന്ദ്രനോ പറ്റിയതുമില്ല. അങ്ങനെ മനുവും അലീനയും കൂടെ നമ്മുടെ ശരണ്യയെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇതേ സമയം നമ്മുടെ ബബിത കോളേജൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുകയാണ്. അപ്പോൾ ബബിതയെ കാത്ത് നമ്മുടെ വൈജയന്തി അങ്ങനെ ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിൽ നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കും, എടി നീ ഇന്ന് എന്തിനാടി അലീനേനെ കൂടെ കൂട്ടി കോളേജിൽ പോയത്? അതിനെന്താ അമ്മേ? അലീന ചേച്ചി ഉള്ളത് കൊണ്ട് മാത്രം ഇന്ന് ഞാൻ കോളേജിൽ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തത്. പിന്നെ അവളുടെ ഒരു അലീന ചേച്ചി എന്ന് മുതലാടി നീ അവളുടെ അലീന ചേച്ചിയൊക്കെ ആയത്? നിന്നെയൊക്കെ കയ്യിലെടുത്ത്, എൻ്റെ മക്കളെ കയ്യിലെടുത്ത് അവളെ എടുത്തോട്ടടി, എനിക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി പിച്ചും ഇങ്ങനെ ദേഷ്യപ്പെടാൻ കേട്ടോ. അമ്മ എന്തറിഞ്ഞിട്ടാ? അലീന ചേച്ചി ഉള്ളത് കൊണ്ടാണ്. തക്ക മറുപടി കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും മറ്റുള്ള കാര്യങ്ങളും എക്സാം എഴുതാനും ഒക്കെ ഇന്നിപ്പോൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അലീന ചേച്ചി കൂടെ വന്നതുകൊണ്ട് മാത്രമാണ്. അലീന ചേച്ചി കൂടെ ഉള്ളതുകൊണ്ട് മാത്രം എനിക്കിന്ന് ആ ധൈര്യവും അവിടെ ക്ലാസ്സിലോട്ട് കയറി ഇരിക്കാനുള്ള ഒരു മനോധൈര്യവും ഒക്കെ എനിക്ക് കിട്ടിയത് ആ ചേച്ചി ഉള്ളത് കൊണ്ടാണ്. അമ്മ എന്തിനാ വെറുതെ അങ്ങനെ അത്രയും നല്ലൊരു കാര്യം ചെയ്ത ഒരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്താനൊക്കെ നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ബബിത പറഞ്ഞു. പക്ഷേ ഇതൊക്കെ വൈജയന്തിക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യമായി. കാരണം എന്ന് വെച്ചാൽ ബബിതയുടെ ഉള്ളിൽ അലീനയ്ക്ക് ഭയങ്കര ഇമ്പ്രഷനായി എന്നുള്ള കാര്യം വൈജയന്തിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ പിറുപിറുത്തുകൊണ്ട് ബബിത കയറിപ്പോയി. ഈ സമയം വൈജയന്തിക്ക് വല്ലാത്തൊരു ദേഷ്യമാണ്. കാരണം എല്ലാവരും അവൾ കയ്യിലെടുത്ത് കഴിഞ്ഞു, ഇനി ഒരാളുമില്ല, ഞാനൊഴികെ ബാക്കി എൻ്റെ ആങ്ങളമാരും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എല്ലാവരും അവളുടെ കൈ കീഴിലായി. അവൾ എന്ത് മന്ത്രമാണ് ഈ നശിച്ചവൾ കയ്യിലെടുത്തേക്കണേന്ന് ആർക്കറിയാമെന്നും പറഞ്ഞ് വൈജയന്തി ഇങ്ങനെ പിറുപിറുക്കണം കേട്ടോ. ഭയങ്കര ദേഷ്യമാണ്. ഇതേ സമയമാണ് നമ്മുടെ അലീനയും അതുപോലെ തന്നെ നമ്മുടെ മനുവും കൂടെ ശരണ്യയുടെ വീട്ടിലെത്തുന്നത്. അങ്ങനെ അലീന ചെന്നിട്ട് പറയും, ശരണ്യയുടെ അച്ഛനും അമ്മയും ഫ്രണ്ടിലുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് പറയും, ഞാൻ ശരണ്യയെ കാണാൻ വേണ്ടി വന്നതാണ്, എന്നെ ഒന്ന് കാണാൻ അനുവദിക്കണമെന്ന് പറയും. അപ്പോൾ ആ ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, മോള് പോയതിൽ പിന്നെ അവൾ ആഹാരം കഴിക്കുമോ, ആരോടും ഒന്നും മിണ്ടാറില്ല, എപ്പോഴും ആ മുറി തന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ ഇരിക്കും മോളെ, പഴയ
ഒരു അവസ്ഥയാണെന്നൊക്കെ പറയും. ഞാനൊന്ന് കണ്ടോട്ടെ അമ്മയെന്ന് പറയും. അപ്പം മോൾ ആദ്യം പോയി എന്ന് പറഞ്ഞിട്ട് ശരണ്യനെ കാണാനായിട്ട് അലീനയെ അവർ അനുവദിക്കുകയാണ് കേട്ടോ. അങ്ങനെ അലീന ശരണ്യയുടെ റൂമിലോട്ട് ചെല്ലുകയാണ്. പഴയപടി തന്നെ ആ ഒരു റൂമിൽ ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഇങ്ങനെ ജനലിൽ ആരെയോ നോക്കി നിൽക്കും പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അലീന പുറകിൽ കൂടെ പോയിട്ട് ആ കണ്ണങ്ങ് പൊത്തിപ്പിടിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ശരണ്യയ്ക്ക് ആരാന്ന് ഇങ്ങനെ പെട്ടെന്നൊരു പിടുത്തം കിട്ടില്ല. അപ്പോൾ ശരണ്യ നോക്കുമ്പോൾ കൈകളിൽ തൊട്ട് നോക്കുമ്പോൾ അത് അലീനയുടെ പോലൊരു ഫീലിങ്സ് ശരണ്യക്ക് തോന്നുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കുമ്പം അലീന ചേച്ചിയാണ്. ഭയങ്കര സന്തോഷമാവുകയാണ്. ആ കണ്ണുകളൊക്കെ അങ്ങോട്ട് നിറഞ്ഞ് അലീനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ് ശരണ്യ അങ്ങോട്ട് ഇത്രയും നാൾ ആ മനസ്സിലടക്കി വെച്ചിരുന്ന ആ വിങ്ങലും സങ്കടവും എല്ലാം ഒറ്റയടിക്ക് അലീനേനെ ആ കെട്ടിപ്പിടിക്കുന്ന ആ കെട്ടിപ്പിടുത്തത്തോടു കൂടെ അതൊക്കെ അങ്ങോട്ട് കരഞ്ഞ് തീർക്കണം. എന്ന് വെച്ചാൽ മനസ്സിൽ എന്തൊക്കെയോ ഭാരം, എന്ന് വെച്ചാൽ എല്ലാവരും സ്വന്തം അച്ഛനും അമ്മ ഉൾപ്പെടെ എല്ലാവരും തന്നെ കുറ്റപ്പെടുത്തി താനൊരു മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയ ഒരു കാര്യം ചെയ്തതിൻ്റെ പേരിൽ തൻ്റെ വീട്ടുകാരും മറ്റ് സഹായിക്കാമെന്ന് പറഞ്ഞ പല ആൾക്കാരും അച്ഛനും അമ്മയ്ക്ക് വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ കൈവിട്ടു എന്ന് കേട്ടപ്പോൾ അതിനോടുള്ള ദേഷ്യം കൊണ്ട് വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകളും ഒക്കെ സഹിച്ച് എല്ലാം അമർന്ന് ഇങ്ങനെ വിഷമിച്ച് വിങ്ങി നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ശരണ്യയുടേത്. അപ്പോൾ അലീനയെ കണ്ട പാടെ തന്നെ അങ്ങ് കെട്ടിപ്പിടിച്ച് ആ സങ്കടങ്ങളൊക്കെ അങ്ങ് ഏങ്ങി കരഞ്ഞ് തീർക്കുകയാണ്. എന്തിനാ മോളെ നീ സങ്കടപ്പെടുന്നതെന്നും പറഞ്ഞ് അലീന ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ. അപ്പം ആ അലീനയുടെ ആ കൈക്കുള്ളിൽ അല്ലെങ്കിൽ ആ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ആ അവസരത്തിൽ ആ കുട്ടിക്ക് ആ ഉള്ള മനസ്സിൻ്റെ ആ ഒരു സങ്കടങ്ങളും വിങ്ങലുകളൊക്കെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ അലീന സമാധാനിപ്പിക്കുകയാണ് ശരണ്യ. മോള് സമാധാനപ്പെട്, എന്തിനാണ് ഇങ്ങനെയൊക്കെ വീണ്ടും ഒറ്റപ്പെട്ടിരിക്കണേ, എന്തിനാണ് സങ്കടപ്പെടുന്നത്, നിനക്ക് എന്തിനും ഏതിനും ഈ ചേച്ചിയില്ലേ, നിനക്ക് എന്ത് സഹായത്തിനും ഈ ചേച്ചി ഉണ്ടാവും, മോളെ ആരും ഇല്ലയെന്ന് വിചാരിക്കണ്ട, മോളുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കൂടപ്പിറപ്പുകളുണ്ട്, പിന്നെ ഞാനുണ്ട്, അതുകൊണ്ട് ഒന്നും സങ്കടപ്പെടണ്ട, സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് അലീന സമാധാനിപ്പിക്കുകയാണ് ശരണ്യ. അപ്പോൾ ഇതേ സമയം അലീനയുടെ കൂടെ വന്ന ആരാന്ന് ചോദിക്കുമ്പോൾ അലീന മനുവിനെ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നുണ്ട്. ആരുടെ അടുത്ത്? ശരണ്യയുടെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അലീന ശരണ്യനെ സമാധാനിപ്പിക്കുന്നുണ്ട്, ശരണ്യയ്ക്ക് വേണ്ട മനോധൈര്യവും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഒടുവിൽ അവർക്ക് ശരണ്യനെ സഹായിക്കാനായിട്ടൊക്കെ ബാലചന്ദ്രനൊക്കെ ഇനി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ശരണ്യ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പോലെ നല്ല രീതിയിൽ അവർക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്ത് ആ കുട്ടിയെ ജീവിതത്തിലോട്ട് തിരിച്ച് കൈപിടിച്ച് കൊണ്ടുവരിക തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ വൈജയന്തിയാണ് ഈ കടലിന് അപ്പുറം കരയുമല്ല കടലും അല്ലാത്ത അവസ്ഥയിൽ വൈജയന്തി നിൽക്കുകയാണ്. ആരുമില്ല, മക്കളില്ല, ഭർത്താവും ഇല്ല, കൂടപ്പിറപ്പുകളും ഇല്ല, ഒറ്റയ്ക്ക് എത്ര നാൾ മുന്നേറും എന്നൊരവസ്ഥയിൽ വൈജയന്തി. അലീനയുടെ കൂടെയുള്ള കലിപ്പാണെങ്കിൽ കട്ട കലിപ്പ്, അത് വേറൊരു വശത്തും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം മനു പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തായാലും അലീനയോട് പറയുന്നില്ല. ഇനിയിപ്പോൾ അതിനെന്തെങ്കിലും ട്വിസ്റ്റ് വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കൂടെ തന്നെ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ ഈ ഒരു നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ വീഡിയോ കേൾക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, പിന്നെ സ്റ്റാർ ബട്ടൺ ഹൈപ്പും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.